അപ്പോൾ ഞാൻ പറഞ്ഞു അക്കാഡമിക് കൗൺസിലർ ജോലിക്ക് ടാർഗറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ നമുക്ക് എൻക്വയറികൾ വരാം. അതായത് നമുക്ക് ഗൂഗിള്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് വഴി അവരെന്താ ഒരു സർവേ ഒക്കെ വഴി നമുക്ക് അവരുടെ നമ്പേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ അവരെ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്ത് അവരോട് സംസാരിക്കുന്ന അങ്ങനത്തെ എൻക്വയറീസ് വരാം. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നേരിട്ട് എൻക്വയറി ആയിട്ട് വരാം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയുമ്പോൾ അവർ വഴി നമുക്ക് കോൺടാക്ട്സ് ഒക്കെ കിട്ടി അങ്ങനെയും വരാം. അപ്പോൾ പല സ്ഥാപനങ്ങളും പല രീതിയിലാണ് അവർ എൻക്വയറീസ് നമുക്ക് തരുന്നത്. ഞാൻ ആദ്യമൊക്കെ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു 10 അഡ്മിഷനെങ്കിലും നമ്മുടേതായിട്ടുള്ള ആ ഒരു ആംഗിളിൽ നിന്ന് നമ്മുടെ ആ ഒരു ചുറ്റുവട്ടത്ത് നിന്ന് നമ്മൾ കുറച്ച് അഡ്മിഷൻസ് ആക്കണമായിരുന്നു. പിന്നെ കയറിയെടുത്തെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ഇതേപോലെ സോഷ്യൽ മീഡിയസിൽ നിന്നുള്ള ലീഡ്സ് തരും. ആ ലീഡ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആയിരിക്കും. അവരുടെ നമ്പേഴ്സ് എടുത്ത് വിളിച്ച് അവരെ അന്വേഷിച്ച് അവർക്ക് ഏത് കോഴ്സാണ് വേണ്ടുന്നത് എന്നുള്ളതൊക്കെ എൻക്വയറി ചെയ്ത് അവരെ അഡ്മിഷൻ ആക്കുക. അങ്ങനെ പല സ്ഥാപനങ്ങളും പല രീതിയായിരിക്കും. പിന്നെ എല്ലാവർക്കും ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കണം. ഇൻ കേസ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള നമുക്കൊരു ഫിക്സഡ് സാലറി ഉണ്ടായിരിക്കും. പിന്നെ ടാർഗറ്റ് അച്ചീവ് ആണെങ്കിൽ ഇൻസെൻറ്റീവ് കിട്ടും. ഇതൊക്കെയാണ് ഒരു ജോബ് എന്ന് പറയുന്നത്.